എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇങ്ങനെ സുഹൃത്തുക്കൾ എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ചേട്ടാ ഇന്ന് വീഡിയോ ഇല്ലേ, ഇന്നെന്താ വരാത്തെ? ഈ 2 ദിവസം കഴിയുമ്പോഴത്തേക്കും വീഡിയോ വരേണ്ടതാണല്ലോ, എന്താ വീഡിയോ വരാത്തെ, എന്താ എടുക്കാത്ത? അപ്പം ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഈ വീഡിയോസുകളൊക്കെ ഇങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ വളർച്ച നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് ഈ ചാനലിനൊരു ഇതുണ്ടായത്. പിന്നെ എൻ്റെ ഈ ആന ഫീൽഡിൽ കുറേ ആൾക്കാർക്ക് ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയതും പിന്നെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിശദമായിട്ട്, അല്ലെങ്കിൽ ഇത് ആനകളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ആനയുടെ രീതികളൊക്കെ ഇങ്ങനെ പറയുന്നതിന് എന്തിനാണ് അങ്ങനെ പറയുന്നത്, നമ്മളങ്ങനെ ആർക്കും അങ്ങനെ ഒന്നും പറയാൻ പാടില്ല, പറഞ്ഞു കൊടുക്കാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ ഒരുപാട് സുഹൃത്തുക്കൾ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം എനിക്ക് അവരോട് പറയാനുള്ളത്, നമ്മൾ നേടിയിട്ടുള്ള അറിവുകൾ അത് നമുക്കത് സക്സസ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം മറ്റുള്ളവരോട് പങ്കുവയ്ക്കണമെന്ന് വലിയ തെറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിതൊക്കെ നമ്മൾ തന്നെ ഇങ്ങനെ മനസ്സിൽ വെച്ചിട്ട് കെട്ടിക്കൂട്ടി വെച്ചിട്ട് എന്ത് കാണിക്കാനാണ്? മറ്റുള്ളവർക്ക് കൂടി അത് ഉപകാരപ്പെടട്ടെ. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വന്ന സാഹചര്യത്തിൽ രാവിലെ ചിലപ്പോൾ മറ്റുള്ള ആൾക്കാർ വന്നേക്കണേ, അപ്പോൾ അവർക്ക് അതൊക്കെ ഒരു ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ മാത്രമല്ല ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ എന്തിനും അങ്ങനെയൊക്കെ ഇപ്പോൾ ആനകളുടെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയരുത്, പറഞ്ഞു കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതൊക്കെ ആര് പറഞ്ഞാലും ഞാനത് മൈൻഡ് ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മറ്റുള്ള ഒരാൾ ഇന്നതുപോലെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. എനിക്ക് തോന്നുന്ന കാര്യങ്ങളല്ലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇങ്ങനെ ഓരോരുത്തരോട് ഇങ്ങനെ പറഞ്ഞ് മടുത്തു. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഞാൻ ഈ ആനകളെ ഇപ്പം ഇത്രയും വർഷങ്ങളായിട്ട്, അതായത് ഇപ്പോൾ ഇത്രയും വർഷം, ഒരു 24 25 26 വർഷത്തോളമൊക്കെ ആയിട്ടുണ്ട്. ഇത്രയും വർഷങ്ങളായിട്ട് നമുക്കറിയുന്ന നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി ചെയ്യണം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ പണീനെ അത്രയധികം ഈ ആനപ്പണി അല്ലെങ്കിൽ ഒരു ആനക്കാരൻ എന്ന ലേബലിൽ അറിയപ്പെടാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളായിരുന്നു ചെറുപ്പം തൊട്ടിട്ട്. ഇപ്പോഴും ഞാൻ ദൈവം സഹായിച്ചിട്ട് നമ്മളിപ്പോഴും ഈ ഫീൽഡിൽ തന്നെ നിന്ന് പോകുന്നുണ്ട്. അപ്പം നിങ്ങൾ അങ്ങനെയൊന്നും, അല്ലെങ്കിൽ ഞാൻ ഇനിയും എനിക്ക് ഉള്ള അറിവുകൾ മറ്റുള്ള സുഹൃത്തുക്കളോ അല്ലെങ്കിൽ അവരുമായിട്ട് പങ്കുവയ്ക്കാനും മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ചാനൽ തുടങ്ങിയതും. ഞാനിതൊക്കെ മൂടി കെട്ടിപ്പൂട്ടി വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ ചെയ്യുന്ന വീഡിയോസുകൾ എല്ലാവർക്കും ഉപകാരപ്രദമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ പണി സീക്രട്ട് പോലെ ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇന്ന പല കാര്യങ്ങളാണ് ചെയ്യണത്. പിന്നെ ഒരേ ആനകളെ നോക്കിയും കണ്ടും പണിയെടുക്കണം. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അവരോടെ കൂടിയുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ജീവിക്കണത്, ഞാൻ സംസാരിക്കുന്നതും ഞാൻ പെരുമാറുന്നതും ഞാൻ തീരുമാനിക്കും. എൻ്റെ തീരുമാനത്തിലനുസരിച്ചിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ അപ്സെറ്റ് ചെയ്തോളൂ, അല്ലെങ്കിൽ വേണ്ട റിജക്റ്റ് ആക്കിക്കോളൂ, വിഷയമില്ലല്ലോ. താല്പര്യമുള്ള ആൾക്കാർ കാണട്ടെ. ആനകൾ എന്നും നമ്മുടെ കേരളത്തിലുള്ള ആനകളും ആനക്കാരും ഭയങ്കര ഒരു എന്തെന്ന് പറയുക, വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ ഈ പണിയെ സ്നേഹിക്കുന്ന ഞങ്ങളെ പോലെയുള്ള കുറേ തൊഴിലാളികൾ ഈ ഒരു പണി ഊണം ഉറക്കം വിട്ട് അല്ലെങ്കിൽ ഈ ആനയെ ഫുൾ ടൈം ഈ ആനകളെ പഠിച്ചുകൊണ്ടിരിക്കുക. ഓരോ ദിവസവും നമ്മൾ ഈ ഒരു ആനപ്പണി എന്ന് പറഞ്ഞ സാധനം, അല്ലെങ്കിൽ ഈ ഒരു പണി പഠിച്ച് മുഴുവിപ്പിക്കാൻ പറ്റിയൊരു പണിയല്ല അത് ഓരോ ദിവസവും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. ഓരോ ആനയുടെ കാര്യങ്ങളും ഓരോ അസുഖങ്ങൾ വരുമ്പോഴും ഓരോ കാര്യങ്ങൾ വരുമ്പോഴും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇങ്ങനെയാണ്. അസുഖങ്ങൾ ആനകൾക്ക് ഇപ്പം എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ സമയത്ത് ഒരു ഏറ്റവും വലിയൊരു ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 22 ഡിഗ്രി 18 ഡിഗ്രി 22 25 ഇത്രയ്ക്ക് ഉള്ളിലൊക്കെയാണ് ചൂട്. പക്ഷെ ഇന്നത്തെ കാലഘട്ടങ്ങളനുസരിച്ച് ഒരു 40 35 40 ഡിഗ്രി ചൂടിലേക്കൊക്കെ വരുമ്പോൾ അത് ആനകൾക്ക് രോഗപ്രതിരോധ ശേഷി കുറയ്ക്കുകയാണ്. അതായത് അവർക്ക് രോഗങ്ങൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിന്നെ മറ്റേതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആനകളെ പണി ഈ മരം വലിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനകൾക്ക് വലിയൊരു ഘടകമാണ്. മരം വലിക്കണം, മരം വലിച്ച് അവരുടെ ശരീരം എപ്പോഴും നല്ല ഹീറ്റായിട്ട് വെക്കണം. ഇപ്പം നമ്മുടെ കേരളത്തിൽ നിലവിലായിട്ട് കണ്ടുവരുന്നുള്ള 3 അസുഖങ്ങളുടെ കാര്യം പറയാം. ഒന്ന് പാദരോഗം, രണ്ടാമത്തത് എരണ്ടക്കെട്ട്, അത് വലിയൊരു വില്ലനാണ്. മൂന്നാമത്തത് വൈറസ് ബാധ. അതായത് ഒരു വൈറസ് ബാധ ഉണ്ട്, അതിങ്ങനെ ഓരോ ഡോക്ടർമാർ അതിന് ഓരോ നമ്പർ ഇട്ടിട്ട് അല്ലെങ്കിൽ ഓരോ ഇത് പേരിട്ടിട്ട് ഇന്ന വൈറസ് ബാധ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ 3 വിഭാഗത്തിലുണ്ട്. അതുമാതിരി പാദരോഗമാണെങ്കിൽ 4 വിഭാഗമുണ്ട്. കാണുമ്പോൾ എല്ലാം പാദരോഗം, അത് വരണ ഓരോ സാഹചര്യങ്ങളുണ്ട്. അതുമാതിരി തന്നെ ആനയ്ക്ക് പിന്നെ ഇപ്പം ഒരു എരണ്ടക്കെട്ട് അല്ലെങ്കിൽ ഒരു നോവ് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ആദ്യം സംസാരിക്കാം.
നമ്മൾ ഈ പരിപാടി സ്ഥലത്തേക്ക് പോയി, അല്ലെങ്കിൽ ഒരു ആനയൂട്ട് വെച്ചു എന്ന് വിചാരിക്കും. ഒരു ആനയൂട്ടിന് പോയി അവിടെ ചെന്നു. അപ്പോൾ ഇത്രയധികം ജനങ്ങൾ ഇങ്ങനെ നിൽക്കണം, ആനയും കൊണ്ട് ഇങ്ങനെ നിൽക്കണം. ആന ഇത്രയും വലിയ ശരീരം ആനയ്ക്കുണ്ട്, ശരിയാണ്. ഇതിൻ്റെ വായ കുഞ്ഞിതാ, മനസ്സിലായോ? കുഞ്ഞു വായല്ലേ. അപ്പം ആൾക്കാർ ഇങ്ങനെ ചോറ് ഇങ്ങനെ പിടിച്ചിട്ട് ഒരാനയ്ക്ക് കൊടുക്കുന്ന ആഹാരത്തിന് അതിൻ്റെതായ കണക്കുണ്ട്. നമ്മളിപ്പോൾ പട്ടയൊക്കെ ആണെങ്കിൽ ഒരു 250 കിലോ പട്ട, 250-300 കിലോ ഒക്കെ വരും പട്ടയൊക്കെ തന്നെയാണെങ്കിൽ. അതുമാതിരി തന്നെ വെള്ളം ഏകദേശം 200 തൊട്ടിട്ട് 180 തൊട്ടിട്ട് 250 വരെ വെള്ളം കുടിക്കുന്ന ആനകളുണ്ട് ഒരു ദിവസത്തിൽ. അത്രയധികം വെള്ളം ആനകൾക്ക് വേണം. അപ്പം നമ്മൾ സ്ഥിരമായിട്ട് കൊടുക്കുന്ന ഇപ്പോൾ പട്ട മാത്രം കൊടുക്കുകയാണ്. പട്ട മാത്രം കൊടുത്തു കഴിഞ്ഞാൽ വേറെ വിഷയമില്ല. അതിൻ്റെ കൂടെ ഇപ്പം നമ്മൾ ഈ ആഹാര സാധനങ്ങൾ കൊടുക്കുമ്പോൾ ഈ ആനൂട്ടിനൊക്കെ നിൽക്കുമ്പോൾ അധികവും ആൾക്കാർ, ചേച്ചിമാരാണെങ്കിലും അമ്മമാരാണെങ്കിലും പെങ്ങന്മാരാണെങ്കിലും, ഇവർക്ക് ഇത് എങ്ങനെയെങ്കിലും കൊടുക്കണം. ഈ ആനയ്ക്ക് കഴിക്കാനുള്ള സമയം പോലും കൊടുക്കുന്നില്ല. വാരി ഇങ്ങനെ വെച്ച് കൊടുക്കുക, അതിന് ചവയ്ക്കണ്ടേ, കഴിക്കണ്ടേ, എന്നാൽ അത് അതിനുള്ള ക്ഷമ പോലും കാണിക്കില്ല. ധൃതിയിൽ വെച്ച് വാരി കൊടുക്കും. ഇപ്പം ഈ ആന എങ്ങനെ ഈ ആർത്തിയോട് കൂടിയിട്ട് ഇതെല്ലാം വാരി അങ്ങനെ തിന്ന് കഴിയുമ്പോൾ ആനയ്ക്ക് വയറ്റിൽ ഗ്യാസ് കയറും. വയറ്റിൽ ഗ്യാസ് കയറി ആ ഗ്യാസ് കറക്റ്റായിട്ട് പുറത്തേക്ക് പോവാണ്ടിരിക്കുമ്പോൾ ഈ കഴിക്കുന്ന ഭക്ഷണം ഇങ്ങനെ കഴിച്ചാൽ അപ്പം ഏതെങ്കിലും ഒരു ഭാഗത്തെ എരണ്ടം ഏതെങ്കിലും ഒരു ഭാഗത്ത് വന്ന് ഗ്യാസ് കൂടുതലായിട്ട് നിൽക്കുമ്പോൾ എരണ്ടം പുറത്തേക്ക് പോകാണ്ട് നിൽക്കും. പുറത്തേക്ക് പോകാണ്ട് നിൽക്കുമ്പോൾ വീണ്ടും ഈ കഴിച്ചുകൊണ്ടിരിക്കുന്ന കഴിച്ചിട്ടുള്ള മറ്റുള്ള ഈ എരണ്ടങ്ങൾ ഇങ്ങനെ വന്ന് ഇതെല്ലാം കൂടി ബ്ലോക്കായി. അപ്പോൾ ഇത് പറഞ്ഞ ഇവിടെ ബ്ലോക്കായി, അപ്പോൾ ഇത് ബ്ലോക്കായി. അപ്പോൾ ഇതെല്ലാം കൂടി വലിയൊരു ഉണ്ടേ. പിന്നെ ഇത് പുറത്തേക്ക് പോവില്ല, എങ്ങനെ ചെയ്താലും പുറത്തേക്ക് പോവില്ല. മുൻകെട്ടെന്ന് പറയും. മുൻകെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് സൈഡായിട്ട് വരുന്നതിനാണ് മുൻകെട്ടെന്ന് പറയുക. മുൻകെട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അതേസമയം പിൻകെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് സൈഡിൽ എവിടെയെങ്കിലാണ് എരണ്ടം തങ്ങി നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ ആന മുക്കി അല്ലെങ്കിൽ ആന അങ്ങനെയൊക്കെ കാണിച്ചു കഴിയുമ്പോൾ നമുക്ക് കൈയിട്ട് അത് എടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ എൻ്റെ എരണ്ടക്കെട്ട് ഇപ്പം എൻ്റെ ആനയ്ക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. പിന്നെ ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. അതായത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ, അത് ഞാൻ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടത്തിനാണ് അത് ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അല്ലാതെ എല്ലാവരും ഞാൻ ചെയ്യണ പോലെ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ കൊണ്ടു നടക്കണ പോലെ കൊണ്ടു നടക്കണം എന്നൊന്നും ഞാൻ ഇതുവരെ ഒരാളോട് പോലും പറയാറില്ല, പറഞ്ഞിട്ടുമില്ല. നമ്മൾ ആരോടും ഞാൻ ചെയ്യണ പോലെ ചെയ്യുന്ന ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞാൻ എരണ്ടക്കെട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ പിന്നെ ആനയ്ക്കിപ്പോൾ ഒരു നോവടിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനയ്ക്കിപ്പോൾ പട്ടയിൽ വരാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായം കൂടി വരുന്ന ആനകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പല്ലിന് അരവും കുറവ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വലിയ തൂക്കം, അതായത് വലിയ പട്ട, നല്ല വലിയ പോളക്കെട്ടുള്ള പട്ടയൊക്കെ ഇട്ട് കൊടുത്തു വെച്ച് കഴിഞ്ഞാൽ ആനകൾക്ക് അത് കടിച്ച് ചവച്ച് തിന്നാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പം നമ്മുടെ ആനയുടെ രീതി അല്ലെങ്കിൽ നമ്മുടെ ആനയുടെ ഏജ് അറിഞ്ഞ് വേണം നമ്മൾ അതിനുള്ള ഫുഡ് കൊടുക്കാൻ. അത് ചിലത് ദഹിക്കാതെ പോരണേന്നുണ്ടെങ്കിൽ നമ്മളത് മാറ്റിയിട്ട് ദഹിക്കാനുള്ള ഫുഡ് കൊടുക്കണം. ഇപ്പം എൻ്റെ ആനയ്ക്ക് എരണ്ടക്കെട്ട് വന്നു, അല്ലെങ്കിൽ എൻ്റെ ആനയ്ക്ക് ഒരു നോവ് വന്നു, ഞാൻ അതിൻ്റെതായ മരുന്ന് കൊടുത്തു. ഞാൻ സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്, അത് കൊടുക്കാത്തത് അത് കൊടുത്തു. ആ ഒരു മരുന്നുണ്ട്, അത് കൊടുത്തു. അത് കഴിഞ്ഞ് ഒരു കുറച്ച് നേരം കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ വേറൊരു മരുന്നുണ്ട്, ആ ഒരു മരുന്നും കൂടി കൊടുക്കും. അതെന്താണെന്ന് ചോദിക്കരുത്, അത് പറയില്ല. അത് പറഞ്ഞാൽ പിന്നെ അത് ബലം ചെയ്യില്ല. അതുകൊണ്ടാണ് ഒരു മരുന്ന്. അത് കഴിഞ്ഞ് ആന എവിടെയെങ്കിലും ഒതുങ്ങി ഒരു പറമ്പിൽ കൊണ്ടുപോകും. അപ്പം എപ്പോൾ ആനയ്ക്ക് നോവടിച്ചു എന്ന് നമുക്ക് തോന്നണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആന കൈ ഇങ്ങനെ പിരിക്കും. അതായത് കൈ ഇങ്ങനെ പിരിച്ചിട്ട് ഇങ്ങനെ രണ്ട് കൈ കൂട്ടി ഇങ്ങനെ കൈ ഇങ്ങനെ തുമ്പിക്കൈ ഇങ്ങനെ പിരിച്ചിട്ട് ഇങ്ങനെ ഏറിങ്ങനെ വലിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് ഊതി കളയും. അങ്ങനെ വരുന്ന സമയങ്ങളിൽ വരുമ്പോൾ ആനയ്ക്ക് എന്തോ ഉള്ളിൽ നോവോ അല്ലെങ്കിൽ വേദനയോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും അനുഭവപ്പെടുമ്പോൾ മാത്രമാണ് ആന അങ്ങനെ കാണിക്കുക. അത് കഴിഞ്ഞ് ആന തീറ്റ നിർത്തിയിട്ട് ചില ആനകൾ കയ്യിൽ ചവിട്ടും, കയ്യിൽ ഇങ്ങനെ ചവിട്ടും. ചില ആനകൾ മണ്ണ് വാരി കഴിക്കാൻ ശ്രമിക്കും, ചില ആനകൾ മണ്ണ് വാരി പുറത്തുവിടും. അപ്പം ഇങ്ങനെയുള്ള സമയത്ത് ഈ മണ്ണ് വാരി കഴിക്കാതെ നമ്മൾ നോക്കണം. മണ്ണ് വാരി തിന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കുറേ വർഷങ്ങൾക്ക് മുന്നൊക്കെ മണ്ണൊക്കെ വാരി തിന്നാലും വലിയ പ്രശ്നങ്ങൾ വന്നിരുന്നില്ല. കാരണം ഇത്രയധികം വളങ്ങളോ കാര്യങ്ങളോ മറ്റുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എൻ്റെയൊക്കെ ഒരു കാലഘട്ടമുള്ള കാര്യം ഞാൻ പറയുന്നത്, ഇപ്പോഴത്തെ അല്ല. അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികവും ഈ മറ്റുള്ള വളങ്ങൾ ആൾക്കാർ ഉപയോഗിക്കൽ കുറവാണ്. നമ്മുടെ പറമ്പിലാണെങ്കിലും ഉള്ള ചപ്പ് കൊട്ടിയിടും, അല്ലെങ്കിൽ പിന്നെ ചാണകപ്പൊടി ഇടും, അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഇടുക എന്നല്ലാണ്ട് ഇപ്പം അങ്ങനെയല്ല. എനിക്ക് ഏറ്റവും കൂടുതൽ കായ്ഫലം തരുന്നത് ഏത് വളമാണോ ആ വളമാണ് ഇടുന്നത്. അങ്ങനെയുള്ള മണ്ണൊക്കെ ആനകൾ വാരി തിന്നാൽ ആനയ്ക്ക് വയറിൻ്റെ ഉള്ളിൽ ഇൻഫെക്ഷൻ വരും. ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിൽ നിൽക്കില്ല.
അപ്പോൾ ഉടനടി അപ്പോൾ ഡോക്ടറെ വിളിച്ചിട്ട് ഡോക്ടർ അല്ലെങ്കിൽ നമ്മൾ നാടൻ മരുന്ന് ചെയ്യട്ടെ എന്നൊന്നും പറഞ്ഞിരുന്നാലൊന്നും കാര്യം നടക്കില്ല. എത്രയും പെട്ടെന്ന് ഡോക്ടറെ വിളിക്കുക, അതിന് വേണ്ട ആൻറ്റിബയോട്ടിക് മറ്റുള്ള കാര്യങ്ങൾ ഒക്കെ ആയിട്ടുള്ളത് കൊടുക്കുക. പിന്നെ എരണ്ടക്കെട്ട് വരാതെ നമുക്ക് നോക്കാൻ പറ്റും. വരാതെ നോക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. വെള്ളം നമ്മൾ നോക്കണം. വെള്ളം കൊടുക്കുമ്പോൾ ആ വെള്ളം ഒന്ന് നമ്മൾ കൊടുക്കുമ്പോൾ നമുക്കറിയാം, ഒന്ന് കയ്യിൽ നിന്ന് മണത്ത് നോക്കി ചില ഇപ്പോൾ ഈ വാടാനപ്പള്ളി അല്ലെങ്കിൽ ചാവക്കാട് അല്ലെങ്കിൽ അങ്ങനെ ചേർത്തല അങ്ങനെ ആ സൈഡിലേക്കൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉപ്പും മറ്റേ ചെളിമണം കൂടിയിട്ടുള്ള വെള്ളമാണ് കൂടുതൽ വരിക. അത് ആനകൾക്ക് ചെറിയൊരു പ്രശ്നം ഞാൻ നോക്കിയിട്ട് കാണുന്നുണ്ട്. ആ വെള്ളമൊക്കെ കുടിച്ച് കഴിയുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്, ഇൻഫെക്ഷൻ പെട്ടെന്ന് വരുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ ആനയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് സ്വയമായി ചികിത്സിക്കാനുള്ള അവസരം ആദ്യം ഉണ്ടാക്കി കൊടുക്കുക. സ്വയമായി ചികിത്സിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനയ്ക്കിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ആദ്യം ഒരു മരുന്ന് കൊടുക്കും, രണ്ടാമതൊരു മരുന്ന് കൊടുക്കും. അത് മരുന്ന് കൊടുത്തിട്ട് ആനേനെ കൊണ്ടുപോയിട്ട് ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ പറമ്പിൽ കൊണ്ടുപോയിട്ട് ആനേനെ ചങ്ങല നീളത്തിൽ, അതായത് വാറ് ചങ്ങല മാത്രം ആനയുടെ നടയമ കൊളുത്തും. എന്നിട്ട് അതിൻ്റെ തല മാത്രം കൊണ്ടുപോയിട്ട് നീളത്തിൽ ചങ്ങല നീളത്തിൽ നിർത്താമെന്ന് പറയും. മെയ്ച്ചങ്ങല നീളം, അതായത് ഒരു മെയ്ച്ചങ്ങലയുടെ ഫുള്ള് നീളത്തിൽ നിർത്തി ബാക്കിയുള്ള ചങ്ങലകൾ സാധനങ്ങളെല്ലാം അഴിച്ചു വയ്ക്കും. കഴുത്തി കിടക്കണ ഏലസ് വരെ അഴിച്ചു വയ്ക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ സ്ഥലത്ത് നിന്ന് മാറി പോകണം. നമ്മളതൊന്ന് മാറി കുറച്ചേരം മാറിപ്പോയി കഴിയുമ്പോൾ ആന സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ആന ആ മരത്തമ്മയൊക്കെ ഒന്ന് ഉരയ്ക്കും. ആന മരത്തമ്മ ഉരയ്ക്കാൻ ശ്രമിക്കും, മരത്തമ്മ ഉരയ്ക്കും, ചിലപ്പോൾ ഇരിക്കും. ഇരുന്നിട്ട് ഇങ്ങനെ, അപ്പം ഈ എരണ്ടം തങ്ങി നിൽക്കുന്ന ഭാഗത്തുനിന്ന് പുറത്തേക്ക് കടത്താനായിട്ട് അവർ ഇങ്ങനെ മുക്കി കളയാൻ ശ്രമിക്കും. അതുമാതിരി തന്നെ ഈ ഉരയ്ക്കണ സമയത്ത് ഈ എരണ്ട തങ്ങി നിൽക്കുന്നിടത്തുനിന്ന് എവിടെന്നെങ്കിലും ഒരു അഴവ് വന്നാൽ പിന്നെ ഇങ്ങോട്ട് പുറത്തേക്ക് പോരും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചങ്ങല നീളത്തിൽ നിർത്തുന്നത്. ചങ്ങല നീളത്തിൽ നിർത്തി ആന ഉരയ്ക്കണില്ല, ആന ഒരു കാര്യങ്ങളും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ഇങ്ങനെയാണ്. ഒരു കുറച്ച് തുമ്പയുണ്ട്, അതായത് ചൊറിയെണ്ണം, അത് പറിച്ചിട്ട് ആനയുടെ 4 പള്ളയിലും 4 ഭാഗത്തും വയറിൻ്റെ ഭാഗത്ത് പള്ളയിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് 1-2 ഒന്നും പോരാ, ഒരു പിടി ഇങ്ങോട്ട് പറിച്ച് കയ്യിലൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവറോ എന്തെങ്കിലും വെച്ച് കെട്ടിയതിന് ശേഷം ഇത് മൊത്തം അടിച്ചങ്ങോട്ട് കൊടുത്താൽ സ്വാഭാവികമായിട്ട് ആന കുറച്ചേരം കഴിയുമ്പോൾ ഉര തുടങ്ങും. അപ്പോൾ ആന ഉരയ്ക്കുമ്പോൾ ആ എരണ്ട പുറത്തേക്ക് പോരാനായിട്ടൊരു ഇത് വരും. അതുപോലെ തന്നെ ഇരിക്കും ആന. ചില ആനകൾ ഇരിക്കും, ചിലപ്പോൾ കുറേ നേരം കിടക്കും. ഇതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട. അങ്ങനെ ഒരു കുറച്ച് നേരം അവരെ സ്വയമായിട്ട് അവർക്ക് അതിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള മാർഗം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. കാട്ടിലെ ആനകൾക്ക് ഇങ്ങനെ എരണ്ടക്കെട്ട് നോവും കാര്യങ്ങളൊക്കെ വരും. ഞാൻ ഇതേപോലെ തന്നെ നമ്മുടെ ഏഴാറ്റുമൂത്തര ആനയ്ക്ക് എരണ്ടക്കെട്ട് വന്നിട്ട് ഞാനൊരു 2 ദിവസത്തോളം, കാട്ടാനയാണ് പക്ഷെ നമുക്ക് കാണാവുന്ന രീതിയിൽ ആന നിന്നറിഞ്ഞു. അപ്പം അന്ന് ആ ആന ചെയ്തുകൊണ്ടിരുന്ന പരിപാടികൾ എന്താണെന്നൊക്കെ ഞാൻ അന്ന് കണ്ടതാണ്. ആന മരത്തുമ്മയൊക്കെ ഉരച്ചും അതുമാതിരി തന്നെ കേക്കൊക്കെ ഇങ്ങനെ കിഴക്കാൻ തോപ്പാൽ പൊക്കപ്പുറം എന്ന് പറയും, അത് ഒരു സൈഡ് പൊന്തിയിട്ടും ഒരു സൈഡ് താന്നിട്ടുള്ള ചെരിവുള്ള സ്ഥലത്ത് പോയിട്ട് ആന കിടന്നിട്ട് ആന ഇങ്ങനെ ശരിക്കിട്ട് ഉരയ്ക്കും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴൊക്കെ ഈ എരണ്ടം പുറത്തേക്ക് പോരും. പിന്നെ ഞാൻ അധികം നമ്മുടെ ആനയ്ക്ക് എരണ്ടക്കെട്ടിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആനയ്ക്ക് അധികം വരാതിരിക്കാൻ നമ്മൾ ശ്രമിക്കും. കാരണം ഞാൻ കൊടുക്കുന്ന അധികം വാഴപ്പിണ്ടി, അതുമാതിരി തന്നെ വാഴപ്പിണ്ടി ആണെങ്കിലും ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് എരണ്ടക്കെട്ടായിട്ട് വരാനായിട്ട് യാതൊരു വിധ സാധ്യതയില്ല. പിന്നെ ശരീരം ശോഷിച്ച് നിൽക്കുന്ന ആന, അതായത് ശരീരത്തിന് ഒരു കനമില്ലാത്ത ആനകൾക്കൊക്കെ പെട്ടെന്ന് നമ്മൾ കുറേ സാധനങ്ങൾ വലിച്ചു വാരി ഇട്ട് കൊടുക്കരുത്. ഇനി വായിൽ പല്ലില്ലാത്ത ആനയാണെന്നുണ്ടെങ്കിൽ പല്ലില്ലാത്ത മാതിരിയുള്ള ഫുഡ് വേണം ആനയ്ക്ക് കൊടുക്കാൻ. പല്ലില്ലാത്ത ഒരു ആനയ്ക്ക് പിന്നെ വലിയൊരു 2 പനയുടെ പട്ട വെട്ടിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഓല ഉരിഞ്ഞ് അത് തിന്നാലും അതിങ്ങനെ വായിലിട്ടിട്ട് ചപ്പിയിട്ട് അങ്ങോട്ട് മിണുങ്ങുള്ളൂ. അപ്പോഴും അത് ശരിക്കും ദഹിക്കണില്ല. അങ്ങനെ വരുമ്പോൾ ഇത് പ്രശ്നമാണ്. അപ്പം അങ്ങനെയുള്ള ആനകൾക്ക് നമ്മൾ ഫുഡ് മാറ്റി കൊടുക്കണം. പിന്നെ ഉള്ളിൽ അസ്വസ്ഥത വരാനുള്ള മെയിൻ കാര്യം അരി. റേഷൻ അരിയാണ് നമ്മൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളതൊരു ചുരുങ്ങിയത് ഒരു 5-10 പ്രാവശ്യമെങ്കിലും കഴുകണം. കഴുകി കഴിയുമ്പോൾ അതിൻ്റെ കളർ ഇങ്ങനെ പോകില്ല. അതിപ്പോൾ സാധാരണ നോർമൽ അരിയാണെങ്കിൽ ഞങ്ങളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം 45-50 രൂപ വില വരുന്ന അരിയാണ് ഞങ്ങൾ കൊടുക്കുന്നത്. പക്ഷെ എന്നാലും അത് ഒരു 5-6 പ്രാവശ്യമൊക്കെ കഴുകും ഞാൻ. ശരിക്കും കഴുകി അതിൻ്റെ കളറ് മൊത്തം പോയി എല്ലാ കളറും കളഞ്ഞതിന് ശേഷം വേണം കൊടുക്കാൻ. ഇതും ഇൻഫെക്ഷന് കാരണമാണ്. അതുമാതിരി തന്നെ അവല് കൊടുക്കുമ്പോൾ അതിനകത്ത് പൂത്ത അവലാണെങ്കിലും പൂത്ത് കെട്ടി നിൽക്കണമെന്നുണ്ടെങ്കിലും പൂത്തതാണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ കട്ട പിടിച്ചിരിക്കും. അങ്ങനെയുള്ള അവല സാധനങ്ങൾ എനിക്ക് കൊടുത്താൽ എനിക്ക് പ്രശ്നമാണ്. എനിക്ക് അപ്പം ഗ്യാസ് അടിക്കും. അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ തണ്ണിമത്തൻ വലിയൊരു വില്ലനാ. തണ്ണിമത്തൻ ആനകൾക്ക് തണ്ണിമത്തൻ, എല്ലാവരും പറയും തണ്ണിമത്തൻ എന്താ കൊടുത്താൽ കുഴപ്പം, തണ്ണിമത്തൻ തിന്നില്ലേ, തണ്ണിമത്തൻ തിന്ന എന്താ കുഴപ്പം എന്നൊക്കെ ചോദിക്കും. തണ്ണിമത്തൻ കൊടുക്കണോണ്ട് കുഴപ്പമില്ല. നമ്മുടെ പറമ്പിൽ ഉണ്ടായ തണ്ണിമത്തനാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റില്ല. പക്ഷേ തമിഴ്നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന തണ്ണിമത്തൻ നിങ്ങൾ വെറുതെ ജസ്റ്റ്, ഞാൻ പറയണ ആവശ്യമില്ല, നിങ്ങൾ തന്നെ ഒരു തണ്ണിമത്തൻ മേടിക്കുക, എന്നിട്ട് അത് വട്ടം ഒന്ന് പൊളിച്ച് ഒന്ന് വെച്ചിട്ട്
ഒരു മണിക്കൂർ അത് നിങ്ങൾ പുറത്ത് ഇങ്ങനെ വെറുതെ വെച്ചാൽ മതി. ഫ്രിഡ്ജിലൊന്നും വെക്കാതെ വട്ടം പൊളിച്ചിട്ട് ഒരു മണിക്കൂർ നിങ്ങൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്നൊരു പത പൊന്തി വരണം നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് കെമിക്കലാണ് അതിൻ്റെ ഉള്ളിൽ. ഈ സാധനം ഒരെണ്ണം രണ്ടെണ്ണമൊക്കെ ആണെങ്കിൽ പോട്ടെന്ന് വിചാരിക്കാം. ചില ആൾക്കാർ 5 6 ഒക്കെ മേടിച്ചിട്ട് വരും. ചിലപ്പോൾ വലിയ ഏറ്റവും വലുത് നോക്കിയിട്ടായിരിക്കും മേടിച്ചിട്ട് വരിക. അതിങ്ങനെ വട്ടം പൊളിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ പരമാവധി എൻ്റെ സുഹൃത്തുക്കളെ തണ്ണിമത്തൻ ആനയ്ക്ക് കൊടുക്കാതിരിക്കുക. അത് വലിയ ഇൻഫെക്ഷനാണ്. കാരണം 3-4 ആനകൾക്ക് ഈ തണ്ണിമത്തൻ്റെ പേര് പറഞ്ഞിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടായി. അതായത് ഇരണ്ടക്കെട്ടും അല്ല, എന്നാൽ നോവും അല്ല, എന്നാൽ വയറിൻ്റെ ഉള്ളിൽ ഇൻഫെക്ഷനാണ് ഇതിന്. അപ്പം അത് കൊടുക്കാതിരിക്കുക. അതുമാതിരി തന്നെ പഴം സാധനങ്ങൾ. ഇപ്പം ആന കാഞ്ഞ് ചൂടായി വരികയാണ്. അതായത് ഇപ്പം ഇന്നിപ്പോൾ പരിപാടിക്ക് വേണ്ടിയിട്ട് വരികയാണ്. ലോറിയിലൊക്കെ നിന്ന് വരുന്ന ആനയായിരിക്കും. ലോറിയിൽ നിന്ന് കുറച്ച് വെയിലൊക്കെ ചിലപ്പോൾ കൊണ്ടിട്ടായിരിക്കും വരുന്നത്. അവിടെ വന്ന് വെള്ളം കൊടുത്ത് നമ്മളിപ്പോൾ എത്ര വെള്ളം കൊടുത്ത് നിന്നാലും അവർ ചിലപ്പോൾ ശരീരം തണുത്തിട്ടുണ്ടാവില്ല. കാരണം നമ്മൾ ഈ വെള്ളം കൊടുത്തിട്ട് പിന്നെ ഈ അന്തരീക്ഷത്തിൽ ഇത്രയധികം ചൂട്, ഈ ഉള്ളിലുള്ള ഈ ചൂട് ഇങ്ങനെ ഈ അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ്. അപ്പം നമ്മൾ എത്ര വെള്ളം കൊടുത്താലും ആനകൾ തണുക്കില്ല. അപ്പം അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ആനകൾ തണ്ണിമത്തൻ അല്ലെങ്കിൽ പിന്നെ പറയുക ഒരു ആനയ്ക്ക് എൻ്റെ ഒരു കണക്ക് വെച്ചിട്ട് ഒരു ട്രിപ്പിൽ ഏറ്റവും കൂടുതൽ കൊടുക്കാൻ പറ്റിയത്, ഏറ്റവും കൂടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 5 കിലോ പഴം. അത് വിട്ടിട്ട് കൊടുത്താൽ ആനകൾക്ക് അത് വയറിന് ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്. അധികവും ഇപ്പം നമ്മളിപ്പോൾ മുതലാളിമാരാണെങ്കിലും പഴമോ സാധനങ്ങളോ അല്ലെങ്കിൽ തണ്ണിമത്തനോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും അധികം അങ്ങനെ വാങ്ങി കൊടുക്കില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കേടും കാര്യങ്ങളും അറിയണോണ്ട് ഞങ്ങൾ വാങ്ങി കൊടുക്കില്ല. ഇത് അധികം നമുക്ക് കിട്ടുന്നത് പുറത്തുനിന്നാണ്. ആനയെ കാണാൻ വരുന്ന ഒരാൾ ആന വരികയാണ് കഴിക്കാൻ, ചേട്ടൻ എന്നിട്ട് മേടിക്കണ്ട തണ്ണിമത്തൻ മേടിക്കട്ടെ. ആദ്യം തണ്ണിമത്തൻ ഭയങ്കര പ്രശ്നമാണ്, ആനകൾക്ക് കൊടുക്കാൻ പറ്റില്ല. ഇത് ഏതെങ്കിലും വീഡിയോയിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു അറിവാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ തണ്ണിമത്തൻ കൊണ്ടുവന്നിട്ട് നമ്മൾ കൊടുക്കുമെന്ന് പറയുമ്പോൾ നമ്മൾക്കത് ചേട്ടാ ഇത് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അപ്പോൾ അവൻ ഭയങ്കര ആനക്കാരൻ, ഞാൻ ആനയ്ക്ക് ഇത്തിരി ആഹാരം മേടിച്ചിട്ടുണ്ടെങ്കിൽ അവനത് കൊടുക്കാൻ പറ്റിയില്ല. പക്ഷെ അത് കൊടുക്കാത്തതിൻ്റെ ഒരു വശം കൂടി ഉണ്ട്. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വന്നാൽ ആനയ്ക്കിപ്പോൾ ഈ എന്തെങ്കിലും സാധനങ്ങൾ കൊടുത്തു ഇൻഫെക്ഷനായി കാര്യങ്ങളായി ഇപ്പം തന്നെ പെട്ടെന്നാണ് ആനയ്ക്ക് ഈ ഹാർട്ടിലേക്കും ലെൻസിലേക്കും അല്ലെങ്കിൽ കുടലിലേക്കൊക്കെ പെട്ടെന്ന് വ്യാപിക്കുകയാണ് ഈ സാധനം. എവിടെ നിന്ന് ഇത് വന്നു അല്ലെങ്കിൽ ഇത് എങ്ങനെ വന്നു നമുക്ക് യാതൊരു ഇത് ഐഡിയ ഇല്ല. അപ്പം ഞാൻ എൻ്റെ ആനയ്ക്ക് എന്ത് സാധനങ്ങൾ കൊടുത്താലും ഞാനത് നോക്കും. അതുമാതിരി തന്നെ വഴിയിൽ ഇപ്പോൾ ഞാൻ പുല്ല് തിന്നാൻ വിടുന്നുണ്ട്. ഞാൻ പുല്ല് തിന്നാൻ വിടുന്ന സമയത്ത് ഞാൻ ആ പുല്ല് തിന്നുന്ന സമയത്ത് ഞാൻ എല്ലാം നോക്കും. ആന പറിച്ച് അല്ലെങ്കിൽ തിന്നുന്നതിൽ വല്ല പ്ലാസ്റ്റിക് പോകുന്നുണ്ടോ, അല്ലെങ്കിൽ റോഡ് സൈഡാണ് ആരെങ്കിലും എന്തെങ്കിലും മാലിന്യങ്ങൾ കൊണ്ടുവന്ന് അവിടെ കളഞ്ഞിട്ടുണ്ടോ, കാര്യങ്ങളുണ്ടോ, അല്ലെങ്കിൽ ആ പുല്ല് എങ്ങനെ തളിർത്ത് നല്ല രീതിക്ക് പച്ചപ്പായിട്ട് നിൽക്കുന്ന പുല്ല് നിൽക്കണം, ആ പുല്ലിൻ്റെ ഇലയ്ക്ക് ഒരു ചുവപ്പ് കളർ കയറിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ ഇലയുടെ അല്ലെങ്കിൽ വലിച്ച് തിന്നണ ഭാഗങ്ങളിൽ എന്തെങ്കിലും ഉണ്ടോ, എന്തൊക്കെ ആന പറിച്ച് തിന്നുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്, എനിക്കറിയാൻ പാടില്ലാത്ത സാധനമാണെന്നുണ്ടെങ്കിൽ ഞാനത് പറിച്ചിട്ട് ഞാൻ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് എനിക്ക് വേണ്ടപ്പെട്ട കുറച്ച് ചേട്ടന്മാരുണ്ട്, നമ്മുടെ ആശാന്മാർ, അവരോട് ചോദിക്കും ചേട്ടാ ഇത് എന്താണ് സാധനം. അതും ഞാൻ ചപ്പ് കൂടുതൽ കൊടുക്കാൻ തുടങ്ങിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോന്നി സുരേന്ദ്രൻ്റെ വൈശാഖ് എൻ്റെ ഫ്രണ്ടാണ്. ഫ്രണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെറുപ്പം തൊട്ടിട്ട് ഒന്നിച്ച് നടന്ന ആൾക്കാരുകളാണ്. എൻ്റെ ഒരു അനിയനാണ്. അപ്പം ഞാൻ അവനോട് ചോദിക്കും, എടാ നിങ്ങൾ ചപ്പ് വെട്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ ആനയ്ക്ക് വെട്ടി കൊടുക്കാറ്? ഫോറസ്റ്റിൻ്റെ ആനയ്ക്ക് ചപ്പ് വെട്ടുന്നുണ്ടല്ലോ, അവിടെ പട്ടയും കാര്യങ്ങളൊക്കെ കുറവല്ലേ, പുല്ലും പിന്നെ കാട്ടിൽ നിന്നുള്ള ചപ്പാണ് കൂടുതൽ കൊടുക്കുന്നത്, നിങ്ങൾ എന്തൊക്കെയാണ് കൊടുക്കാറ്? അപ്പോൾ അവൻ ഇന്ന സാധനങ്ങൾ കൊടുക്കാം. അപ്പം ഞാനത് എൻ്റെ ആനയ്ക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ ഫുഡ് കൊടുക്കുന്ന രീതിയുണ്ട്. ഫോറസ്റ്റിൻ്റെ ആനകൾക്ക് ഫുഡ് കൊടുക്കുന്ന എന്തൊക്കെയാണ് നിങ്ങൾ അതിൽ ചേർക്കാറ്, മെനു എന്തൊക്കെയാണ് നിങ്ങൾ അതിൽ. അപ്പം ഇതൊക്കെ നമുക്ക് പുതിയ അറിവുകളാണ്. അതൊക്കെ നമുക്ക് ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ എനിക്കിപ്പോൾ ഒരു ആനയ്ക്ക് ഞാൻ ചാർജ് എടുത്ത പാറു ആനയ്ക്ക് ഞാൻ ചാർജ് എടുത്ത് ഒരു 2 ആഴ്ചയൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ കിട്ടും. അത് കഴിഞ്ഞ് പിന്നെ ഞാനത് ക്ലിയർ ആക്കി. അത് കഴിഞ്ഞ് പിന്നെ ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വീണ്ടും ആനയ്ക്ക് ഇരണ്ടക്കെട്ട് വന്നു. അപ്പം ഞാൻ ആലോചിച്ചു എന്തുകൊണ്ടാണ് ആ ഇരണ്ടക്കെട്ട് വരാനുള്ള സാധ്യത എന്താണെന്ന്, എന്തുകൊണ്ടത് വന്നു. അത് ഞാൻ ചിന്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്കത് കിട്ടി. ഇന്ന സാധനത്തിന്മേൽ നിന്നാണ് ആനയ്ക്ക് ആ ഇരണ്ടക്കെട്ട് അല്ലെങ്കിൽ അതിനുള്ള സാധ്യത വന്നത്. അപ്പം അത് ഒഴിവാക്കി. അപ്പം അതുപോലെ തന്നെ പാദരോഗം ചിലത് പാദരോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല, പെട്ടെന്നായിരിക്കും പാദരോഗം വരും ചിലത്. അതുപോലെ തന്നെ പാദരോഗത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ, പാദരോഗം എൻ്റെ കണക്കൂട്ടിൽ അല്ലെങ്കിൽ എൻ്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ 3-4 വിഭാഗം പാദരോഗമുണ്ട്. ഒന്ന് ചിലപ്പോൾ വരിക ഇങ്ങനെ ഒരു ഉണൽ പോലെ വരും. അതായത് ഒരു കൊമള,
അതായത് നടയുടെ ഫ്രണ്ട് സൈഡിലായിരിക്കും കൂടുതലായിട്ട് അത് വരിക. നടയുടെ നഖത്തിൻ്റെ അല്ലെങ്കിൽ അമരത്തിൻ്റെ ആയാലും നടയുടെ ആയാലും ഒന്നുമല്ല പെരുനഖം അല്ലെങ്കിൽ സൈഡിലുള്ള നഖങ്ങൾ, ആ നഖത്തൊക്കെയാണ് കൂടുതൽ വരാറ്. ഒന്ന് ഞാൻ ചിന്തിച്ചിടത്തോളം, അതായത് ഞാനൊരു 3-4 ആനയ്ക്ക് ശ്രദ്ധിച്ചിരുന്നു എനിക്ക് ഇങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നടക്ക ഇട കൂട്ടിയിട്ട് ആനയുടെ നടക്ക ഇട കൂട്ടി വട്ടം ഇങ്ങനെ തട്ടിക്കൂട്ടി വെച്ചേക്കുക. ഈ ആന ഇങ്ങനെ നടക്കുക, ഇങ്ങനെ നടക്കുമ്പോൾ ഈ ചങ്ങല ഇങ്ങനെ ഓപ്പോസിറ്റ് ഏത് നേരം ഇങ്ങനെ ഇങ്ങനെ അതുമ്പോൾ തന്നെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. അത് ആ ഒരു ഭാഗത്ത് നമ്മളത് ശ്രദ്ധിക്കില്ല. അത് കുറേ കാലങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അവിടെ ഒരു കൊമ്മള പോലെ വരും. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ, തലേദിവസം ഉണ്ടാവില്ല, പിറ്റേ ദിവസം ആയിരിക്കും വരണേ, ഒരു വെള്ളം പോലെ ഇങ്ങനെ വന്ന് കെട്ടി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതിപ്പോൾ എന്താ പറ്റിയാവോ എന്ന് വിചാരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ 1-2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഒന്നാലും ആന ഈ നഖത്തിനെ തുരച്ച് പൊട്ടിക്കും, അല്ലെങ്കിൽ കൈ കൊണ്ട് തുരച്ച് പൊട്ടിക്കും. അപ്പം അത്ര ഒരു റൗണ്ടിൽ അത്ര ഭാഗം ഇങ്ങനെ പോകും. അത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ഒരു കാരണവശാലും അത് ഉണങ്ങില്ല. നമ്മൾ എന്തൊക്കെ മരുന്ന് ചെയ്താലും അതിങ്ങനെ അത് ഉണങ്ങില്ല, അങ്ങനത്തെ ഒരു രീതിയിൽ നിൽക്കും. പിന്നെ കാലിൻ്റെ അടിയിൽ വരും പാദരോഗം എന്ന് പറഞ്ഞിട്ട്. ഇപ്പം എൻ്റെ നന്ദപ്പൻ്റെ കാലിൻ്റെ അടിയിൽ പാദരോഗം ഉണ്ടായിരുന്നു. അതുമാതിരി തന്നെ പാറുവാന വരുന്ന സമയത്തും പാദരോഗം ഉണ്ടായിരുന്നു. പാറുവാനയുടെ ശരിക്ക് ഞാൻ കഷ്ടപ്പെട്ടു, കാരണം നല്ല രീതിയിൽ കഷ്ടപ്പെട്ടു. ഞാൻ അന്ന് ഈ പാദരോഗത്തെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇതുപോലെ ചാനലിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് പിന്നെ 1-2 ആൾക്കാർക്ക് ആ വീഡിയോ ഇട്ടപ്പോൾ അതിന് ഭയങ്കര ബുദ്ധിമുട്ട് എന്ന് നമ്മളോട് അറിയിച്ച കാരണം കൊണ്ട് ഞാൻ പിന്നെ അത് ഡിലീറ്റ് ആക്കിയെന്നുള്ളൂ. അതിൻ്റെ ഫുള്ള് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളെല്ലാം എൻ്റെ കയ്യിലുണ്ട് പാദരോഗം വന്ന സമയത്ത്. അപ്പം അത് ഇതേപോലെ തന്നെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അത് മാറ്റിയത്. അപ്പം നമ്മുടെ നന്ദപ്പൻ്റെ കാലിൻ്റെ അടിയിൽ 2 തുളയായിരുന്നു, അത്ര ഉണ്ടായിരുന്നു. 2 നടക്കും 2 തുള ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 10-16 വർഷമായിട്ട്, അതായത് പാലക്കാട് വരണേക്ക് മുന്നേ തൊട്ടിട്ട് അതിന് ഈ നടയിൽ ഈ പാദരോഗം എന്ന് പറഞ്ഞ സാധനമുണ്ട്. അപ്പം അത് ഇപ്പോൾ ഒരു 4 മാസമായപ്പോഴത്തേക്ക് ദൈവം സഹായിച്ച് അത് 2 ഉണങ്ങി കിട്ടി. അത് ഉണങ്ങി കിട്ടാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലിൻ്റെ അടിയിൽ വരുന്ന പാദരോഗത്തിന് നമ്മൾ മരുന്നുണ്ട് നമുക്ക്. ഞാൻ മരുന്ന് ചെയ്യുന്നത് ഡോക്ടർ ശബരിനാഥ് തിരുവനന്തപുരം, അദ്ദേഹം തരുന്ന മരുന്നാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പൊടിയാണത്. പിന്നെ ഞാൻ കഷായം വെള്ളത്തിലും നിർത്തുന്നുണ്ട്, എന്നാലും മെയിനായിട്ട് ഈ പൊടിയാണ്. ഏത് പാദരോഗവും മാറും. പാദരോഗം എന്ന് പറഞ്ഞ അസുഖം ഞാൻ വെറുതെ പറയുമല്ലോ, ഞാൻ ചെയ്ത് കാണിക്കുവാണ്. അതുപോലെ തന്നെ ആനകളെ ഇപ്പം ഞാൻ ആനേനെ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി എന്ന് ഞാൻ പറയല്ല, ചെയ്ത് കാണിക്കുവാണ്. അതുമാതിരി തന്നെ ആനകൾ ഇപ്പോൾ ശരീരം ക്ഷീണമായിട്ട് നിൽക്കുന്ന ആനകളെ നമ്മൾ ശരീരം, അതായത് ആനയുടെ ഉള്ളിൽ ക്ലിയർ ആക്കി കിട്ടണമെന്നുണ്ടെങ്കിൽ ജലം കൊണ്ട് തന്നെ ആനയെ ക്ലിയർ ആക്കി എടുക്കാൻ പറ്റും. ഈ വാഴപ്പിണ്ടി കൊടുക്കുന്നതിന് ഒരുപാട് ആൾക്കാർ പറഞ്ഞു, എന്തിനാ വാഴപ്പിണ്ടി അങ്ങനെ അപ്പളും കൊടുക്കാൻ പറ്റും, അത്രയും വാഴപ്പിണ്ടി കൊടുക്കരുത്, കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അങ്ങനെയാവും ഇങ്ങനെയാവും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ആനയുടെ ഇരണ്ടൊക്കെ ഇത്രേ ഉള്ളൂ, കുഞ്ഞിരണ്ട വീഴുന്നത്. അപ്പം ഈ പറയണവർ ഇത് പറയണില്ല, അവർ പറഞ്ഞിട്ട് പോകണുള്ളൂ. നമ്മുടെ ആന എന്ത് ചെയ്യേണ്ടതെന്ന് നമ്മളെ തീരുമാനിക്കുന്നത്. അതുമാതിരി തന്നെ കുറേ മരുന്നുകൾ മാറി മാറി ചെയ്യാതിരിക്കുക. ആരെങ്കിലും ഒരാളെ വിശ്വസിച്ച് അല്ലെങ്കിൽ ഒരാളെ അത് ഒരു അസുഖം വന്നത് ഏൽപ്പിച്ചാൽ അത് അവർ തന്നെ ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കുക. അതുപോലെ തന്നെ പകുതി മുക്കാലും ഇപ്പോൾ ആനക്കാർ അനുഭവിക്കുന്ന വലിയൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ ആനയ്ക്കൊരു അസുഖം വന്നു, അല്ലെങ്കിൽ ഒരു ചെറിയ എന്തെങ്കിലും ഒരു അസുഖം വന്നു, എനിക്കതുമ്പോൾ ഒന്നും യാതൊരു റോളും ഇല്ല. അപ്പം തന്നെ ഓൾറെഡി ഡോക്ടറെ വിളിക്കും, അവർ പറയും ഇന്ന മരുന്ന് ചെയ്തു എന്ന് പറയും. അപ്പോൾ അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യും. പണ്ട് കാലത്ത് ആനയ്ക്ക് ബുദ്ധിമുട്ടുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഏറെ കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതൊക്കെ ആനക്കാരാണ്. ആനക്കാരനൊരു വിലയുണ്ട്, ആനക്കാരൻ പറയണതാണ് കാര്യം. ചേട്ടാ ഇന്ന പോലെ ഒരു കാര്യമുണ്ട്, നമുക്ക് ഇന്ന പോലെ അത് ചെയ്താലോ, അത് നമുക്കത് ചെയ്യാം. അപ്പം ആനക്കാരനൊരു ദൃഢമായിട്ട് എനിക്കത് അറിയാം അല്ലെങ്കിൽ ഞാനത് ചെയ്തോളാം എന്ന് പറയാനുള്ള ഒരു ഇതും കൂടി നമുക്കും കൂടി വേണം. നമ്മളത് ചെയ്ത് കാണിച്ചു കൊടുക്കണം. നമ്മുടെ നന്ദപ്പൻ ഒരു പ്രാവശ്യം നോവടിച്ചിരുന്നു, എരണ്ടക്കെട്ട് പോലെ വന്നിരുന്നു. പക്ഷേ ഒരു 3 മണിക്കൂറിനുള്ളിൽ എരണ്ടൻ പുറത്തേക്ക് വന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മണിക്കൂറും ഞാൻ ഇതിൻ്റെ സ്റ്റാർട്ടിങ് എനിക്ക് അനുഭവപ്പെട്ടപ്പോഴേ ഞാൻ മരുന്ന് കൊടുത്തു, നാളേക്ക് വെക്കണില്ല. അതുമാതിരി ഞാൻ ഫുൾ ടൈം ആനയുടെ അടുത്തുണ്ട്. ഞാൻ രാവിലെ 7 മണിക്ക് ആനയുടെ അടുത്ത് പോയാൽ വൈകിട്ട് 7 മണി വരെ ഞാൻ ആനയുടെ അടുത്തുണ്ട്. ഇതിൻ്റെ ഇടയിൽ അപൂർവം 1-2 ദിവസം മാത്രമാണ് ഞാൻ ലീവുള്ളൂ. ബാക്കിയുള്ള ഫുൾ ടൈം ഞാൻ ആനയുടെ അടുത്തുണ്ട്. ആനയുടെ ഒരു നിഴൽ മാറിക്കഴിഞ്ഞാൽ എനിക്കറിയാൻ പറ്റും. ഈ പാദരോഗം എന്ന് പറഞ്ഞ അസുഖം അത്ര വലിയ കാര്യമൊന്നുമല്ല, നമ്മൾ മെനക്കെടണം. നമ്മളതുമ്പോൾ ഒരു മരുന്ന് പറയുന്ന സാധനം കറക്റ്റ് സമയത്തും കറക്റ്റ് നേരത്തും അത് ചെയ്ത് കൊടുത്താൽ അസുഖം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ നമ്മുടെ കൂടെയുള്ള പിള്ളേർ,
ഈ ആന നന്നാവാനാണെങ്കിലും അതുപോലെ തന്നെ ആനയെ നല്ല രീതിയിൽ പരിപാലിക്കാൻ ഒരുപോലെ മനസ്സായിട്ട് നമ്മുടെ പിള്ളേരും കൂടി നമ്മുടെ കൂടെ വേണമെങ്കിൽ അവരെയും കൂടി നമ്മൾ പരിഗണിക്കണം. ഇപ്പം ഇങ്ങനെ കാണുന്നുണ്ട്, ഒരു പൈസ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടെയുള്ള പിള്ളേർക്കൊന്നും അപ്പം അത് ശരിയല്ല. ഞാൻ എനിക്ക് കിട്ടുന്ന പൈസ തുല്യമായി വീതിച്ച് ഞാൻ എൻ്റെ പിള്ളേർക്കും കൊടുക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു ആഹാരം വെട്ടി കൊണ്ടുവരുമ്പോൾ അവറ്റകൾ മനസ്സ് പ്രാപിയിട്ട് കൊണ്ടുവന്ന് ഇതിന് കൊടുത്താൽ അത് നന്നാവില്ല. അവർ സന്തോഷമായിട്ടിരിക്കണം. അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുക്കും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ആനേനെ അല്ലെങ്കിൽ ഞാൻ കയറുന്ന ആനയെ അസുഖങ്ങൾ വന്നാലും എൻ്റെ കൂടെ ഉറക്കമുളച്ച് എൻ്റെ കൂടെ, അല്ലെങ്കിൽ ആനയ്ക്കൊരു വയ്യായ്ക വന്ന് ഞാൻ അവിടെ ആനയെ നോക്കിയിരിക്കുമ്പോൾ അപ്പുറത്ത് പോയി മാറി കിടന്നുറങ്ങണ പിള്ളേരല്ല എൻ്റെ കൂടെ ഉള്ളത്. എൻ്റെ കൂടെ ഉള്ള നിൽക്കണ പിള്ളേർക്കൊക്കെ കൃത്യമായിട്ടും കിട്ടുന്ന ആ രീതിയിലുള്ള വേതനങ്ങൾ എത്ര കാശാണെങ്കിലും അത് ഈക്വലായിട്ട് വീതിച്ച് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ഇരണ്ടക്കെട്ട് നമുക്ക് തടയാം, പാതരോഗം നമുക്ക് തടയാം. പിന്നെ വൈറസ് ബാധ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഒരു വൈറസാണ്.